ആകെ പോൾ ചെയ്ത 2,46,516 വോട്ടിൽ 1,92,200 വോട്ട്, അതായത് പോൾ ചെയ്തതിന്റെ 78% വോട്ടും കരസ്ഥമാക്കി വിജയിച്ച ലോക റെക്കോർഡിട്ട സ്ഥാനാർത്ഥിയായിരുന്നു ജയ്പൂരിൽ നിന്നും സ്വതന്ത്ര പാർട്ടി ടിക്കറ്റിൽ 1962 വിജയിച്ച ഗായത്രി ദേവി. അവരൊരു രാജ്ഞിയായിരുന്നു. ഒരു രാജകുടുംബത്തിലെ അംഗത്തിന് ഇത്രയേറെ വോട്ട് എങ്ങനെ കിട്ടിയെന്നത് കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും വല്ലാതെ അലട്ടി. തുടർച്ചയായി അവർ തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവരെ പരാജയപ്പെടുത്താൻ 1971 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ചെയ്തത് അവർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് സംശയിച്ചവരുടെയൊക്കെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക എന്നതായിരുന്നു. പക്ഷേ എന്നിട്ടും ഗായത്രി ദേവി 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നു. എല്ലാ കാലത്തും കോൺഗ്രസിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കടുത്ത വിമർശകരായിരുന്നു അവർ. അങ്ങനെയിരിക്കെയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അതുപ്രകാരം ആദ്യം തടവിലിടാൻ തീരുമാനിച്ച നേതാക്കളുടെ പട്ടികയുടെ പേരിൽ ഗായത്രി ദേവിയും ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അവർ പാർലമെന്റിലെത്തിയപ്പോൾ കണ്ടത് ഒഴിഞ്ഞുകിടക്കുന്ന പ്രതിപക്ഷത്തിന്റെ കസേരകളെയാണ്. വൈകാതെ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ നേരിട്ടുള്ള ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധമായ ശിക്ഷാമുറകൾക്ക് പേരുകേട്ട തീഹാർ ജയിലിലേക്കായിരുന്നു അവരെ പാർപ്പിച്ചത്. അൾസർ അടക്കമുള്ള രോഗങ്ങൾ അവരെ ബാധിച്ചിട്ടും കൃത്യമായ ചികിത്സ അവർക്ക് നൽകിയില്ല. ജയിലിൽ സഹതടവുകാരിൽ നിന്നും പോലീസിൽ നിന്നും അവർക്ക് മാനസികമായും ശാരീരികമായും പീഡനങ്ങളും അസഭ്യവാക്കുകളും ഏൽക്കേണ്ടി വന്നു. കഷ്ടിച്ച് 2 പേർക്ക് മാത്രം താമസിക്കാൻ കഴിയുമായിരുന്ന ആ മുറിയിൽ അവർക്ക് കൂട്ടായി വന്നത് പനി പടർത്തുന്ന എലികൾ മാത്രമായിരുന്നു. അടിയന്തരാവസ്ഥയെ പിന്തുണച്ചു പറഞ്ഞും ഒരിക്കലും ഇനി രാഷ്ട്രീയത്തിലേക്ക് വരില്ല എന്ന ഉറപ്പോടുകൂടിയും നിബന്ധന വെച്ച് ഗായത്രി ദേവിയെ റിലീസ് ചെയ്തു. തിരികെ ജയ്പൂരിലെ വസതിയിൽ പോയ അവരെ കാത്തിരുന്നത് മറ്റൊരു നടുക്കുന്ന വാർത്തയായിരുന്നു. അവരുടെ സ്വത്തുക്കളിൽ നല്ലൊരു ശതമാനവും ജയിലിലായിരുന്ന കാലം സർക്കാർ കണ്ടുകെട്ടിക്കഴിഞ്ഞിരുന്നു. എന്തുകൊണ്ടായിരുന്നു ഗായത്രി ദേവിയോട് ഇന്ദിരാഗാന്ധിക്ക് ഇത്രയും ശത്രുത വരാൻ കാരണം എന്നതിന് ഖുഷ്വന്ത് സിംഗ് വിശദീകരിക്കുന്നുണ്ട്. തന്നെക്കാൾ സുന്ദരിയും വാക്ചാതുര്യവുമുള്ള ഒരു സ്ത്രീയെ ഒരിക്കലും ഇന്ദിരാഗാന്ധിക്ക് അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. പാർലമെന്റിൽ തന്നെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്ന ഗായത്രി ദേവിയെ അതിനാൽ ഇന്ദിര തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. വോഗ് മാഗസിൻ ലോകത്തിലെ 10 സുന്ദരിമാരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അതിലൊരാൾ ഗായത്രി ദേവിയായിരുന്നു. പോളോ ഷൂട്ടിംഗ് പോലുള്ള കായിക വിനോദങ്ങളിൽ അവർ സമർത്ഥയുമായിരുന്നു. എല്ലാത്തിനുമുപരി അവർ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിരുന്നത് അച്ഛന്റെ പേരിലല്ലായിരുന്നു. ഇത്രയും ദുഷ്കരമായ ഇന്ദിരാഗാന്ധി ഉപദ്രവിച്ച ഗായത്രി ദേവിയുമായി അവർക്കുള്ള ബന്ധം കൂടി അറിയുമ്പോഴാണ് എത്രമാത്രം ക്രൂരയായ ഏകാധിപതിയായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന ചരിത്രം ബോധ്യപ്പെടുത്തുന്നത്. സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് തടവിലാക്കിയ ഗായത്രി ദേവി ഇന്ദിരാഗാന്ധിയുടെ കൂടെ ശാന്തി നികേതനിൽ പഠിച്ച അവരുടെ സഹപാഠിയായിരുന്നു. കാലമൊന്നും മായ്ക്കാറില്ല. ചിലർ മാറ്റാൻ ശ്രമിച്ചാലും അതിന് കഴിയില്ല. ഇന്നലകളുടെ ചെയ്തികൾ വൈകിയാലും അനുഭവിക്കുക തന്നെ ചെയ്യും.